യേശുവിനെ സാത്താന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അപ്പോൾ കാരണം ലഗ്യോൻ ബാധിച്ചവൻ യേശുവിനെ കണ്ടപ്പോൾ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിച്ചു. നമ്മുടെ കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദുഷ്ടാത്മാക്കൾ എവിടെല്ലാം യേശുവിനെ തിരിച്ചറിഞ്ഞു അവരെയെല്ലാം കർത്താവ് മിണ്ടാതാക്കിയാണ് പറഞ്ഞു വിട്ടത്. അവരോട് പറഞ്ഞു, ഇനിയും മിണ്ടരുത്. അവർക്ക് കർത്താവ് അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദുഷ്ടാത്മാക്കൾക്ക് ചെന്ന് സാത്താനോട് പരമേശ്വരൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വന്നു എന്ന് വെളിപ്പെടുത്തുവാൻ അവർക്ക് കഴിയുകയില്ല. ആ ശക്തികളെ കർത്താവ് മിണ്ടാതാക്കിയിട്ടാണ് പറഞ്ഞു വിട്ടത്. ആ ഭൂതങ്ങൾക്ക് സാത്താൻ സർവവ്യാപിയല്ല. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം സർവവ്യാപിയാണ്. സാത്താൻ സർവവ്യാപിയല്ല. അതുകൊണ്ട് സാത്താൻ എവിടെയെല്ലാം ഉണ്ടായിരിക്കുന്നു അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അതുകൂടാതെ സാത്താൻ്റേതായ ദുഷ്ടാത്മാക്കൾ കോടിക്കണക്കിനുണ്ട്. അവർ കേൾക്കുന്നു ചെന്ന് പറയുമ്പോഴും സാത്താന് മനസ്സിലാകും. അല്ലാതെ നമ്മുടെ ദൈവത്തെപ്പോലെ സാത്താൻ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യം അറിഞ്ഞുകൂടാ. അതുകൂടാതെ സാത്താൻ സർവവ്യാപിയല്ല. നമ്മുടെ കർത്താവും സാത്താൻ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം വായിച്ചാട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14:30. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 30. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രഭു അടുത്തു വരുന്നത് കർത്താവ് കണ്ടിട്ട് കർത്താവ് ഉടനെ തന്നെ അവിടെ സംസാരം നിർത്തി. അപ്പോൾ സാത്താൻ്റെ ശക്തികൾക്ക് സാത്താൻ എല്ലായിടത്തും സർവവ്യാപിയല്ല. അതുകൂടാതെ അവൻ്റെ ദൂതന്മാർ, അവൻ്റെ ദുഷ്ടാത്മാക്കൾ, ഭൂതങ്ങൾ ചെന്ന് അവനോട് പറയുന്നത് അവന് മനസ്സിലാകും. അതുപോലെ അവൻ കേൾക്കുന്നതും മനസ്സിലാകും. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സാത്താൻ എപ്പോഴും നീ മനുഷ്യപുത്രനെങ്കിൽ, കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യോഹന്നാൻ സ്നാനപ്പെടുത്തിയപ്പോൾ ഏതോ ഒരു ശബ്ദം കേട്ടു, സാത്താനും കേട്ടു. അതുകൊണ്ടാണ് യേശുവിൻ്റെ പുറകെ വന്നിട്ട് നീ ദൈവപുത്രനായിരുന്നുവെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ പറഞ്ഞു. എന്നാൽ കർത്താവ് അതിന് മറുപടി കൊടുത്തില്ല. നാം കർത്താവിൻ്റെ ശുശ്രൂഷയെ ഓരോന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവ് പൂർണ്ണമായി വെളിപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് തന്നെ തിരിച്ചറിഞ്ഞതായ യോഹന്നാൻ സ്നാപകൻ പോലും ഒടുവിൽ ശിഷ്യന്മാരെ അയച്ചിട്ട് അവന് സംശയമുണ്ടായി, നീ തന്നെയാണോ വരുവാനുള്ളവൻ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയെന്ന് മറുപടി പറഞ്ഞില്ല. അവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ കേൾക്കുന്നു, എളിയവരോട് ശുദ്ധവർത്തമാനം പറയിക്കുന്നു എന്ന് പറഞ്ഞു വിട്ടു. മരുവമലയിൽ പോയിട്ട് അവിടുന്ന് താഴെ ഇറങ്ങി വന്ന അവർ കണ്ടപ്പോൾ അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ ഏലിയാവിനെയും അതുപോലെ മോശയെയൊക്കെ കണ്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവനും ഉയർത്തെഴുന്നേൽക്കവരെ ഈ കാര്യം ആരോടും പറയരുത്. അങ്ങനെ രഹസ്യമായിട്ടാണ് ഒടുവിൽ സാത്താൻ ശ്രമിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ 3 ആണികളിന്മേൽ കിടക്കുമ്പോൾ പരീശന്മാരെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും സേവകന്മാരെ പറഞ്ഞ്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം. അവിടെയും കർത്താവ് ശാന്തമായി ഇരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:8 വായിച്ചാട്ട്, 7-8 വായിച്ചാട്ട്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു.
പ്രഭുക്കന്മാരാരും ചില ദുഷ്ടാത്മാക്കൾക്ക്, ഭൂതങ്ങൾക്ക് മനസ്സിലായി. ആ ഭൂതങ്ങളെ ദൈവം എന്ത് ചെയ്തു? കർത്താവ് മിണ്ടാതാക്കി. അവർക്കതറിയാമായിരുന്നുവെങ്കിൽ ഈ തേജസ്സിൻ്റെ മർമ്മം നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരുന്നവർക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ കർത്താവിനെ എന്ത് ചെയ്യാലായിരുന്നു? ക്രൂശിക്കയില്ലായിരുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ കൂടെ സാത്താനെ പരസ്യകോലമാക്കിയത്. അതാണ് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞത്. സാത്താന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു. അതോടുകൂടെ അവൻ്റെ കയ്യിൽ നിന്നുള്ള അധികാരം കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു അന്നു മുതൽ. ഇനി രണ്ടാമത്തെ ചോദ്യം, സാത്താനെ 5 കൊല്ലത്തേക്ക് കന്യാകുമാരിയിൽ പോകുവാൻ പറഞ്ഞത്, അതിനുള്ളത് അധികാരം നമുക്കുണ്ടോ? എങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. സാത്താനോടല്ല നമ്മൾ പറഞ്ഞത്, ദുഷ്ടാത്മാവിനോടാണ് പറഞ്ഞത്. ആ പ്രിയ സഹോദരിയിൽ ആ സമയത്ത് വന്ന് ഇവിടെ യോഗത്തിന് പ്രയാസമുണ്ടാക്കുവാൻ വന്ന ദുഷ്ടാത്മാവിനെ നാം കെട്ടി അതിന് ശിക്ഷ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. പതിനാറാം അധ്യായത്തിൻ്റെ 18-ഉം 19 വായിച്ചാട്ട്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് കർത്താവ് അധികാരം തന്നിരിക്കുകയാണ് സാത്താൻ്റെ സൈന്യങ്ങളെ ബന്ധിക്കുവാൻ. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. നമ്മൾ വാഗൊണ്ട് പറഞ്ഞാൽ കാര്യം നടക്കയില്ല. ആത്മാവിൻ്റെ നടത്തിപ്പിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് ചെയ്യുവാനുള്ള അധികാരം കർത്താവ് തരും. അപ്പോഴപ്പോൾ തരും. സാത്താനെ ബന്ധിക്കുവാനല്ല, ദുഷ്ടാത്മാക്കളെ. സാത്താൻ്റെ കീഴിൽ കോടി കണക്കിന് ദുഷ്ടാത്മാക്കളുണ്ട്, ഭൂതങ്ങളുണ്ട്. ഭൂതങ്ങൾ വേറെ, ദുഷ്ടാത്മാക്കൾ വീണ ദൂതന്മാരുടെ കൂട്ടമാണ്. അവരോട് നമ്മൾ മല്ലയുദ്ധം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അവരെ ബന്ധിക്കുവാൻ, അവരെ ഏതെങ്കിലും സ്ഥലത്ത് കെട്ടിവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ തന്നെ സംഭവിക്കും. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 1 ദിവസത്തേക്കോ ഞങ്ങളങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എത്രയോ സ്ഥലത്ത് അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു ദുഷ്ടാത്മശക്തികളെ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ 2 സഹോദരിമാർ സിഖ് മതത്തിൻ്റെ ക്ഷേത്രമായ അമൃത്സറിൻ്റെ ഗോൾഡൻ ചുറ്റിനും അവിടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് അതിന് ചുറ്റും നടന്ന് ആ ശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല സഹോദരന്മാർ പല സ്ഥലങ്ങളിലായി ആ ശക്തികളോട് ബന്ധിക്കുകയും അതിനെതിരായി വരുന്ന ശക്തികൾ എഴുന്നേറ്റ് വരുന്നവരെ കെട്ടുവാൻ ബന്ധിക്കുവാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വായിൽ വരുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ പോരാ, ആത്മാവിൽ നിയുക്തരായി അങ്ങനെ എത്ര വലിയ ശക്തികളെ ആണെങ്കിലും ആത്മാവിൽ ശക്തിയുള്ളവരായി കെട്ടുവാൻ, അവരെ അവിടുന്ന് പറഞ്ഞയക്കുവാൻ, വേറെ സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ അവരെ കെട്ടിവയ്ക്കാനുള്ള പൂർണ്ണ അധികാരം ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ആത്മാവിൻ്റെ നിറവിൽ മാത്രമേ ചെയ്യാവൂ. മല്ലയുദ്ധം ചെയ്ത മാത്രമല്ല, നമ്മളെ കെട്ടി ഏത് സ്ഥലത്തേക്ക് അയക്കാൻ നമ്മൾക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
സ്വർഗത്തിൽ. അതുകൊണ്ടാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അതുകൂടാതെ പരിശുദ്ധാത്മശക്തിയാൽ എത്ര വലിയ ശക്തിയാണെങ്കിലും ഞങ്ങളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹിന്ദുക്കളുടെ വലിയ സ്ഥലമായ ഹരിദ്വാറിൽ ഒരു വേല ആരംഭിച്ചു. അവിടെ വേലയുണ്ട്. അവിടെ ഗംഗാനദിയെ ഉണക്കണം, ഗംഗാനദി ഒഴുകുന്നത് നിൽക്കണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ റേഡിയോ ന്യൂസിൽ അവിടുന്ന് അറിയിക്കാനിടയായി ഗംഗാനദിയിലെ വെള്ളം വറ്റിപ്പോയി. ഇന്നലത്തെ റേഡിയോ ന്യൂസിൽ എനിക്ക് അവിടുന്ന് ടെലിഫോണിൽ കൂടെ കേൾപ്പാനിടയായി. അവിടെ വെള്ളം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വലിയ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലമാണ്. അത് പ്രധാന ദിവസമായിരുന്നു. ആയിരങ്ങൾ വന്ന് വളരെ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. വേറെ സിഖ് ക്ഷേത്രത്തിൽ നിന്ന് കണ്ട് വന്ന കുറച്ച് വെള്ളം അവിടെ ഒഴുകിക്കൊണ്ടിരുന്നു. മറ്റേ നദിയിൽ നിന്ന് വരുന്ന വെള്ളം നിന്നുപോയി. അതുപോലെ അമർനാഥിൽ നിങ്ങൾ കേട്ട് കാണും, 3 വർഷം തുടരെയായി ശിവലിംഗം കർത്താവ് പറഞ്ഞു ഉരുക്കിക്കോളാൻ പറഞ്ഞു. 3 വർഷം തുടരെയായി ഒരുക്കി. ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രം അത് ചെയ്തില്ല. അങ്ങനെ നിങ്ങൾ ദൈവമക്കൾ ഇവിടെ ശക്തിയോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ ശബരിമലയിൽ ഇപ്പം ഇന്ന് ഏതോ അപകടങ്ങളുണ്ടായി. ശബരിമലയിലെ ഒഴുക്ക് നിൽക്കും. അത് ക്രമേണ 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 അതിൻ്റെ ആകർഷണ ശക്തികൾ. നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ടു പോയ അമ്പലമേട്ടിൽ അവർ വെളിച്ചം വരുന്നു പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണെന്ന് കേൾക്കുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചത്തെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? അതും അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഞങ്ങൾ ശരീരത്തിൽ നടക്കുന്നുവെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയമല്ല, സാത്താൻ്റെ കോട്ടകളെ തകർക്കുവാൻ ശക്തമായി തന്നെയാണ്. അങ്ങനെ നാം യുദ്ധം ചെയ്യണം. ഞങ്ങൾ തൃശ്ശൂരിലായിരുന്നപ്പോൾ അവിടുന്ന് പോട്ടായിൽ പോയിട്ട് യുദ്ധം ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി ഒരു പ്രാവശ്യം. അതിൻ്റെ ഫലമായി അവിടെ പല പ്രശ്നങ്ങളുണ്ടാകുവാനിടയായെന്നറിഞ്ഞു. അതുപോലെ ഞങ്ങൾ കുന്നംകുളത്തായിരുന്നപ്പോഴാണ് ഗുരുവായൂരിൽ പോയി അവിടെ യുദ്ധം ചെയ്യുവാനിടയായി. അവിടെയും പിന്നെ വലിയ ആനയൊക്കെ ഇളകി വലിയ ബഹളമുണ്ടായെന്ന് അറിയുവാനിടയായി. എന്നാൽ അതൊക്കെ ചെറിയ ആരംഭം മാത്രം. എന്നാൽ നമ്മൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ശക്തി ആത്മാവിൽ ഉപയോഗിച്ചാൽ വളരെ ബലമേറിയതാണ്. എന്നാൽ അതോടുകൂടെ നമ്മൾക്ക് വില കൊടുക്കേണ്ടതായും വരും. പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ നമ്മൾക്കുണ്ടാവും. അത് നമ്മൾ നേരിടണം. സ്തോത്രം. ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പുറത്താക്കുമ്പോൾ അവർ ചുറ്റി നടക്കും. ചുറ്റി വേറെ എവിടെ സ്ഥലം കിട്ടുമോ എന്ന് നോക്കി ചുറ്റി നടക്കും. വീണ്ടും ആ വ്യക്തിയിൽ തന്നെ വരാൻ വഴിയുണ്ടെങ്കിൽ കടന്നു വരും. വഴിയുണ്ടെങ്കിൽ ബന്ധിച്ചകറ്റാം, ബന്ധിച്ചിടാം. അത് ആത്മാവിൻ്റെ പ്രേരണയാൽ, നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെയല്ല. ദൈവാത്മാവ് ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അങ്ങനെ ചെയ്യാം. 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 1 വർഷത്തേക്കോ 1 ദിവസത്തേക്കോ നമ്മൾ ആത്മാവിൽ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നടക്കും. പിന്നെ അതിന് അനങ്ങാനൊക്കുകയില്ല. അല്ലെങ്കിൽ പുറത്ത് വിട്ടാൽ പുറത്ത് പോയി കറങ്ങാണ് പിന്നെയും കയറി വരാൻ ശ്രമിക്കും. പുറത്താക്കിയിട്ട് ശിക്ഷ കൊടുക്കുക. ഇത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുക. പിന്നെ അത്ര നാളത്തേക്ക് ശിക്ഷ കൊടുത്താൽ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ അതുപോലെ നടക്കും. എന്നാൽ ആത്മാവിലായിരിക്കണമെന്നേ ഉള്ളൂ, നമ്മുടെ ബുദ്ധിയിൽ കൂടെ ആകരുത്. ബുദ്ധിയിൽ കൂടെ ആയാൽ ദൂതന്മാർ ആ കാര്യം ചെയ്യുകയില്ല. ഇപ്പം ആവട്ടെ. ഏത് ജനം? യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അത് നമ്മൾക്ക് വേണ്ടിയാണല്ലോ കഷ്ടം അനുഭവിച്ചത്. തൻ്റെ
ശരീരത്തിൽ കഷ്ടം. അതിന് മലയാളത്തിൽ, അതിൻ്റെ മലയാള ഭാഷയിൽ ജഡമെന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ദേഹമായി എന്നുള്ളതാണ് അവളെ ജഡമെന്ന് വെച്ചുള്ളത്. ദേഹം മലയാള ഭാഷയിൽ ദേഹവും ജഡവും തമ്മിൽ അവർക്ക് ശരീരവും ജഡവും തമ്മിൽ ശരിയായി ഭാഷ ശബ്ദം വാക്കുകൾ കിട്ടാഞ്ഞതിനാൽ അതിന് ചിലയിടത്ത് ശരീരത്തിനും ചിലയിടത്ത് ജഡമെന്നും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഗ്രീക്ക് പദത്തിൽ നോക്കിയാൽ അതിന് വേറെ വേറെ വാക്കുകളാണ് കിട്ടുന്നത്. ജഡത്തിന് വേറെ വാക്ക്, ശരീരത്തിന് വേറെ വാക്ക്. അവിടെ ശരീരത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ജഡമെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളിലുള്ളതായ ഇച്ഛകൾ എല്ലാം കൂടി ഉൾപ്പെടുന്ന ആ ശക്തിയാണ് ജഡം. പിന്നെ മലയാളത്തിൽ അതിന് ജഡവും ശരീരവും എല്ലാം കൂടെ ഒരാളെ ജഡം കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. ആ ഭാഷയിൽ പറയുമ്പോൾ ജഡം കണ്ടെടുത്തു, ശരീരം കണ്ടെടുത്തു എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ജഡം, വേദപുസ്തകത്തിൽ ജഡമെന്ന് പറയുന്നത് ഇച്ഛകൾ, ആഗ്രഹങ്ങൾ നിറഞ്ഞ ശക്തിയാണ്. ആട്ടെ, ഇനിയും ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ട്? നിരന്തരമായി ബന്ധാക്കുവാനുള്ളതായ അധികാരം നമ്മൾക്കില്ല. 1000 ആണ്ട് വാഴ്ച സമയത്ത് സാത്താനെ ബന്ധിക്കും. അത് കഴിഞ്ഞ് ന്യായവിധിയുടെ സമയത്താണ് നിരന്തരമായി എന്ത് ചെയ്യാനുള്ളത്? ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ അപ്പോൾ മാത്രം. അപ്പോൾ ആ സമയത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ ചെയ്യാം. ദൈവത്തിൻ്റെ ന്യായവിധി, ഒടുവിൽ ഈ ന്യായവിധി സമയത്ത് ഇവർക്ക് എല്ലാം എന്ത് ചെയ്തേ ഒക്കുള്ളൂ? സ്വാതന്ത്ര്യപ്പെടുത്തിട്ട്. അതുകൊണ്ടാണ് ന്യായവിധി കഴിഞ്ഞിട്ടാണ് ഒടുവിലത്തെ ശിക്ഷ കർത്താവ് കൊടുക്കുക. ഒടുവിലത്തെ ശിക്ഷ കൊടുക്കാൻ നമ്മൾക്ക് കർത്താവ് അധികാരം തന്നിട്ടില്ല. 5 വർഷം കഴിഞ്ഞിട്ട് അത് സ്വാതന്ത്ര്യമാകും. അത് ദൈവമക്കൾക്ക് വേണ്ടിയാണ്, സാത്താന് വേണ്ടിയല്ല. ആറി അല്ല, ഇത് ഭൂതവും ദുഷ്ടാത്മാവും രണ്ടും രണ്ടാണ്. ഭൂതത്തിന് വെറും ശരീരം മാത്രം ആവശ്യമുണ്ട്. എന്നാൽ ദുഷ്ടാത്മാക്കൾ നമ്മളോട് യുദ്ധം ചെയ്യുന്ന ദുഷ്ടാത്മസേനകളാണ്. അവർക്ക് ശരീരമല്ല വേണ്ടത്. അവർക്കെപ്പോഴും എന്താണ്, ഞങ്ങൾ ഒരു കാലത്ത് നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ഭൂതങ്ങളോട് വിട്ടുപോകാനേ പറയുള്ളൂ. ഭൂതങ്ങളോട് വിട്ടു പറയും. അവർ സത്യം ചെയ്തിട്ട് എന്തു ചെയ്യും? വിട്ട്. അപ്പോൾ ഈ ശരീരത്തിൽ ഭൂതം വസിക്കുന്നതുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുവാനായി, ആക്രമിക്കുവാനായി ദുഷ്ടാത്മസേനകൾ വരുന്നുണ്ട്. ആ ദുഷ്ടാത്മസേനകൾ വന്ന് നമ്മുടെ ആ വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിൽ അതേ പ്രാണനെ കൈവശമാക്കി ആക്രമിക്കാൻ തുടങ്ങും. അത് ആക്രമിച്ച് കഴിഞ്ഞിട്ട് വിട്ടുപോവുകയും ചെയ്യും. ആ സേനകളോടാണ് നമ്മൾ മല്ലയുദ്ധം ചെയ്യേണ്ടത്. മല്ലയുദ്ധം. ഭൂതങ്ങളോട് നമ്മൾ ഒരിക്കലും മല്ലയുദ്ധം ചെയ്യുവാൻ വചനം പറയുന്നില്ല. അവർ യേശുവിൻ്റെ നാമത്തിൽ അവരെ എന്ത് ചെയ്യണം? പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ ദുഷ്ടാത്മസേനയോട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പോരാടി മല്ലയുദ്ധം ചെയ്ത് അതിനെ ജയിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ കൊടുക്കുകയാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാം എന്നുള്ളതല്ലാതെ അല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയാൽ എന്തിനാ ശിക്ഷ കൊടുക്കുന്നത്? വീണ്ടും ഉടനെ വന്ന് അതുപോലെയുള്ള യുദ്ധം നടത്തരുത്. നമ്മളങ്ങനെ ഒരു ദുഷ്ടാത്മാവിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരും, 1 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വരും, അല്ലെങ്കിൽ വേറൊരു സഹോദരനിൽ വരും, വേറൊരു സഹോദരിയിൽ വരും. അത് ദൂതന്മാരുടെ സഹായവും നമ്മൾക്കിതിന് ലഭിക്കും. എങ്ങനെ? ചിലപ്പോൾ ദുഷ്ടശക്തി ഇതിലിങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദൂതന്മാർ ആ ശക്തികളെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആക്കി. അത് എപ്പോഴാണ് ചെയ്യുന്നത്? ഈ ശക്തിയെ തിരിച്ചറിയാനുള്ള കഴിവില്ലാതിരിക്കുമ്പോൾ. ചിലപ്പോൾ ദുഷ്ടശക്തി വരുന്നത് നമുക്ക് നേരിൽ കാണാൻ കഴിയും. നേരിൽ കാണാൻ കഴിയുമ്പോൾ അതിനെ നേരിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. എന്നാൽ പലർക്കും ദുഷ്ടശക്തികളെ നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ചിലപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആ ദൂതന്മാർ ആ ശക്തിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വെളിപ്പെടുത്തുമ്പോൾ നമ്മളതിനെ യുദ്ധം ചെയ്തിട്ട് അതിനെ പുറത്താക്കാൻ നോക്കും. അന്നേരം ആത്മാവിൽ പ്രേരണ ലഭിക്കുകയാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാം. എപ്പോഴും ശിക്ഷ കൊടുക്കണമെന്നുള്ള നിയമമല്ല, അതത് സമയത്ത്. എന്നാൽ ഭൂതങ്ങളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കിയാൽ മതി. അതിനോട് മല്ലയുദ്ധം ചെയ്യുവാൻ
ഇല്ല, ഞങ്ങൾ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഭൂതങ്ങൾ വന്നാൽ ഏറ്റവും പുതിയ വിശ്വാസി അദ്ദേഹം അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ ഭൂതങ്ങളെ ഏതിലാണ് പുറത്താക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. ആ പുതിയ വിശ്വാസിയോട് പറയും ആ ഭൂതങ്ങളെ പോയി പുറത്താക്കാൻ പറയും. എന്നാൽ ദുഷ്ടാത്മസേന വരുമ്പോൾ പരിശുദ്ധാത്മനിറവ് പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ചവർ ചെന്ന് മല്ലയുദ്ധം ചെയ്ത് അതിനെ ജയിച്ച് പുറത്താക്കണം. ഓക്കെ, ചോദ്യങ്ങളില്ലെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പോകാം. വളരെ നമ്മൾക്കിത് ചിന്തിപ്പാനായിട്ടുണ്ട്. അതിനായി 1 യോഹന്നാൻ 4:12 വായിക്കാം. 1 യോഹന്നാൻ 4:12. 1 John chapter 4 verse 12. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. മതി. ദൈവത്തെ ആളും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ രാവിലെ സമയം നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്കെന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, നീയാണ് പരിശുദ്ധാത്മാവ്, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന നിൻ്റെ എല്ലാ മക്കളെയും നീ പഠിപ്പിക്കണമേ. നിൻ്റെ വചനം പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ തടസ്സമായി ആരുടെയെങ്കിലും ഹൃദയം ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ഹൃദയങ്ങൾ വിടുവിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, നീ നടത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ദുഷ്ടാത്മാവിൻ്റെ കാര്യം പറഞ്ഞതിൽ ഒന്ന്, മല്ലയുദ്ധം ചെയ്ത് നിങ്ങൾ കീഴടക്കിയ ശക്തിയെ മാത്രമേ നിങ്ങൾക്ക് കെട്ടുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ മല്ലയുദ്ധം ചെയ്തിട്ട് അതിനെ കീഴടക്കിയ ശക്തിയെ മാത്രം, അല്ലാതെ ശക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മല്ലയുദ്ധം ചെയ്ത് അതിനെ കീഴടക്കി അതിൻ്റെ തോൽവി സമ്മതിച്ചു എന്ന് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടു കാണും. ആ ദുഷ്ടശക്തി വന്ന പ്രിയ മകളിൽ വന്നതിന് ഞാൻ പറഞ്ഞു, മുട്ടിന്മേൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പറയുക. യേശുക്രിസ്തു ദൈവമെന്ന് പറഞ്ഞാൽ നമ്മളല്ല. അപ്പോൾ ഒച്ച വെച്ചതിന് പറഞ്ഞു ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിന് പൂർണ്ണമായി നമുക്കെന്തായി? കീഴ്പ്പെട്ടു. അങ്ങനെ കീഴ്പ്പെടുന്ന ശക്തികളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ? ബന്ധിക്കുവാനുള്ള അധികാരമുള്ളൂ. ആമേൻ. ഇവിടെ 1 യോഹന്നാൻ 4:12 ഒന്നുകൂടെ വായിച്ചാട്ട്. 1 യോഹന്നാൻ 4:12. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മളെല്ലാം സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. നമ്മുടെ പിതാവാകുന്ന ദൈവം സ്നേഹമാണ്. നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അതിൻ്റെ 16 വാക്യം കൂടെ വായിച്ചാട്ട്. 1 യോഹന്നാൻ 4:16. 1 John chapter 4 verse 16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കും. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ നമ്മിൽ ആ ആഴമായ സ്നേഹം, ഞാൻ ഇന്നലെ ഇറോസ്, അതുപോലെ ഫിലയോ, അഗാപ്പെ, ശാരീരിക ലൈംഗിക സ്നേഹം, അതുകൂടാതെ സഹോദരന്മാർ മാതാപിതാക്കളുള്ള സ്നേഹം, പിന്നെ ദൈവസ്നേഹം. ഞാൻ ലൈംഗിക സ്നേഹമാണ്. അതിനാണെങ്കിൽ ഒന്ന് നമ്മൾ കാണിക്കുന്നതിനനുസരിച്ച് റെസിപ്രോക്കേഷൻ, നമ്മൾ പ്രവർത്തിക്കുന്നതിനെതിരായിട്ട് അതിൻ്റെ ഫലമായി നമ്മൾക്ക് വേണം. അതുപോലെ സഹോദര സ്നേഹം, അതിലാണെങ്കിലും നമ്മളൊരു സഹോദരനെ സ്നേഹിക്കുമ്പോൾ മറ്റേ സഹോദരനെ സ്നേഹിച്ചില്ല എങ്കിൽ നമുക്ക് പ്രയാസം തോന്നും. എന്നാൽ ദൈവസ്നേഹം വരുമ്പോൾ നമ്മുടെ സഹോദരൻ നമ്മൾക്കെതിരായി സ്നേഹിച്ചില്ല എങ്കിലും, നമുക്കെതിരായിട്ട് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, നമുക്കെതിരായിട്ട് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി സ്നേഹം പകരപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഇനി 1 യോഹന്നാൻ 4:20-21 വായിച്ചാട്ട്. 1 യോഹന്നാൻ 4:20-21. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം.
എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, എന്നാൽ അടുത്തുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെന്താണ്? അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കുന്നില്ല. ഇനി 1 പത്രോസ് 1:22 വായിച്ചാട്ട്. 1 പത്രോസ് 1:22. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അവിടെ സഹോദരപ്രീതിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ശബ്ദം ഫിലേയോ, സ്നേഹം എന്നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് തമ്മിൽ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി. അതാണ് അഗാപ്പേ സ്നേഹം. ഫിലേയോ സ്നേഹം അത് സഹോദരപ്രീതി, അത് നമുക്കുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം? യഥാർത്ഥമായ അഗാപ്പേ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഇനി 1 തെസ്സലോനി 2:17 വായിച്ചാട്ട്. 1 തെസ്സലോനി 2:17. 1 തെസ്സലോനി chapter 2 verse 17. 1 തെസ്സലോനി chapter 2 verse 17. 1 തെസ്സലോനി 2:17. നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് 2:17. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എഴുതുകയാണ്, ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് അല്പനാളത്തേക്ക് മാറിയിരുന്നെങ്കിലും ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ആദിമകാലത്ത് ദൈവമക്കൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം മുഖം കാണുവാൻ എന്തു ചെയ്യുന്നു? ഇനി 1 തെസ്സലോനി 3:10 വായിച്ചാട്ട്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ എന്തു ചെയ്തു? രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം, പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലങ്ങളിൽ തമ്മിൽ എത്രമാത്രം സ്നേഹമായിരുന്നു. ഞാനത് അനുഭവിപ്പാൻ കർത്താവിന് കൃപ നൽകിയിട്ടുണ്ട്. ഞാൻ കൃപയാൽ പെന്തക്കോസ് കുടുംബത്തിൽ ആണ് ജനിക്കുവാൻ കർത്താവിന് കൃപ ചെയ്തത്. ഞാൻ 13-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ കർത്താവിന് ഭാഗ്യം നൽകി. അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കരിങ്കുറ്റിക്ക പ്രദേശത്ത് ഈ കർക്കിടക മാസം വരുമ്പോൾ പല വിശ്വാസി വീടുകളും കൂലിവേല ചെയ്യുന്നവരും മറ്റുള്ളവർക്കും ജോലി കിട്ടാത്തത് കൊണ്ട്, കൂലിവേല കിട്ടാത്തത് കൊണ്ട് പലരും പട്ടിണി അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല. കർക്കിടക മാസത്തിൽ ഞങ്ങൾക്ക് കൃപയാൽ അപ്പച്ചനും അവരൊക്കെ കുറച്ചൊക്കെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല കൃഷിയും ഒരുമാതിരി സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ധനികരല്ല, എന്നാൽ പട്ടിണി അനുഭവിച്ചിരുന്ന ധാരാളം കൃഷിയൊക്കെയുണ്ട്. അതുകൊണ്ട് ആ ക്ലേശം ഞങ്ങൾ അനുഭവിച്ചിരുന്നില്ല. പല പ്രാവശ്യം ഞാൻ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുമ്പോൾ, 4 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ട് അന്ന് 4 മണി വരെയാണ് വരുമ്പോൾ കർക്കിടക മാസം ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മച്ചി ഒരു കൊട്ടയ്ക്കകത്ത് കുറച്ച് കപ്പയും അരിയും നാളികേരവും എല്ലാം കൂടെ വെച്ചിരിക്കും, തേങ്ങ എല്ലാം കൂടെ വെച്ചേക്കും. എന്നോട് പറയും, മോനെ ഇത് കൊണ്ടുപോയി ഇന്ന വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചുവാ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ആഹാരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ അമ്മച്ചിയോട് ഒരു, അമ്മച്ചി എനിക്ക് ആഹാരം വല്ലതും തന്ന് ഞാൻ ആഹാരം കഴിച്ചിട്ട് പോയി കൊണ്ടുപോകണം. ഉടനെ പറയാം, അമ്മച്ചി പറയും, മോനെ നീ ആഹാരം കഴിച്ചാൽ ഇടയ്ക്ക് അവിടെ ആ കാലങ്ങളിൽ ഓലപ്പന്ത് കൊണ്ട് പിള്ളേർ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നീ പന്ത് കൊണ്ട് അവിടെ ഇന്നൊക്കെ ക്രിക്കറ്റാണല്ലോ, അന്ന് ഓലപ്പന്ത് കൊണ്ട് ഇടയ്ക്ക് നീ പിള്ളേരുടെ കളി കണ്ട് അവരുടെ കൂടെ നീ കളിയിൽ അങ്ങ് ചേർന്ന് പോകും. നിനക്കിവിടെ ആഹാരം ഒരുക്കിയിരിപ്പുണ്ട്, ആ സഹോദരൻ്റെ വീട്ടിൽ ആഹാരമില്ല. അതുകൊണ്ട് മോൻ ആദ്യം പോയി അവർക്ക് കൊടുത്തേച്ചു ആ നിനക്ക് നിറച്ച ആഹാരം തരാമെന്ന് പറയും. അപ്പോൾ സ്വന്തം മകനാകുന്ന എനിക്ക് ആഹാരം തരാതെ കൂട്ടുവിശ്വാസി അവരൊന്നും പറഞ്ഞിട്ടല്ല, അമ്മച്ചിക്ക് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി ഇന്ന വീട്ടിൽ ഇന്ന് പട്ടിണിയായിരിക്കും. ഞാനങ്ങനെ പലയിടത്തും ചെന്ന് ചെല്ലുമ്പോൾ അവിടെ ഒന്ന് പട്ടിണിയാണ്. കർക്കിടക മാസം, മറ്റുള്ള മാസങ്ങൾ അത്രയും പട്ടിണിയില്ലായിരുന്നു, പട്ടിണിയാണ്. അപ്പോൾ ഞാനവിടെ കൊണ്ടുചെല്ലുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടല്ല,
അപ്പോഴത്തേക്ക് അവരെത്ര സന്തോഷത്തോടാണ് വാങ്ങി ഇത്. അപ്പോൾ സ്വന്തം മകൻ വിശന്നാലും സാരമില്ല, എന്ത് ചെയ്യണം, എൻ്റെ കൂട്ടുവിശ്വാസി പട്ടിണി കിടക്കുന്നത് സഹിക്കുവാൻ കഴിയുകയില്ല. അവരാരും പറഞ്ഞിട്ടല്ല, ഇതെല്ലാം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ കാര്യം ഓർക്കുന്നുണ്ട്. അന്ന് ഈ കുരുമുളകൊക്കെ ഉണങ്ങി വിൽക്കുന്ന കാലമാണ്. കുരുമുളക് ഒരു വർഷത്തെ മുഴുവൻ, നിങ്ങൾക്കറിയാമല്ലോ, കുരുമുളക് ഒരു വർഷം മുഴുവനും ഇതായിട്ട് അത് ഉണക്കി ചാക്കിനകത്ത് കെട്ടി വേലക്കാരുമായിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ പണം കൊണ്ടുവന്ന് വലിയ ജൗളിക്കടയിൽ പോവും. ഈ തുണിക്കട, ജൗളിക്കട എന്ന് മനസ്സിലാവില്ല, തുണിക്കടയിൽ ചെന്നിട്ട് അന്നൊക്കെ ഈ കല്യാണത്തിന് കച്ചമുറിയൊക്കെ കച്ച കൊടുക്കുന്ന തുണികളൊക്കെ ഉണ്ട്. അവിടെ പോയി നിറച്ച് തുണിയെടുത്തിട്ട് സഭയിലുള്ള വിശ്വാസികൾ വിവാഹം കഴിപ്പിക്കാൻ വിവാഹമില്ലാത്ത അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറയും, തോമാച്ച നിൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചോ, അവളുടെ തുണി ഇതാ, ചെലവിനുള്ള പണവും ഇത്. പാസ്റ്ററോ പോലും പറയരുത് ഇന്നാരാ കൊണ്ടെത്തന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം, ഇങ്ങനെ പല പ്രാവശ്യം, ഒരു വർഷത്തെ കുരുമുളകിൻ്റെ വരവ് മുഴുവൻ എവിടാ ചെലവഴിയുന്നത്? കൂട്ട് സഹോദരൻ്റെ വിവാഹം കഴിപ്പിക്കാത്ത മക്കളുള്ളവർക്ക്. എന്നാൽ ഇന്നാണെങ്കിൽ വലിയ അഡ്വർടൈസൊക്കെ ചെയ്ത് 4 വയസ്സ് പബ്ലിക്കൊക്കെ കഴുതി പരസ്യമായിട്ടാണ് കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത്. അപ്പം വേലക്കാർക്ക് പോലും അറിയരുത്. അപ്പോൾ എൻ്റെ കയ്യിലാണ് ആ തുണിക്കെട്ടെല്ലാം കെടുത്തിരുന്നത്. ഞാനാണ് തുണിയെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് വരുന്നത്, എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള തമ്മിലുള്ള ആഴവേറിയ സ്നേഹം. ഞാനും ഞങ്ങളുടെ വീട്ടിലന്ന് ചിലപ്പോൾ 10-12 പാസ്റ്റർമാരൊക്കെ വരും. പാസ്റ്റർ കെ എബ്രഹാം ഒക്കെ വന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. പാസ്റ്റർ കെ എബ്രഹാം, കുറ്റപ്പുഴ കുര്യച്ചൻ, അവരെല്ലാം പല പ്രാവശ്യവും വൈകിട്ട് പാസ്റ്റർമാർ വരും. അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരമായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം എന്നെയും എൻ്റെ സഹോദരിമാരെയും കൂടെ മുറിയിലെടുത്തിട്ട് അവർ പറയും, കിടന്നെന്തോ ഷീറ്റെടുത്ത് പുതച്ചുകൊണ്ട് കിടന്നോണം, വെളിയിലിറങ്ങരുത്. നിങ്ങൾക്ക് കൊണ്ടുവന്ന ആഹാരം മുഴുവൻ ഇന്ന് അവർ കൊടുക്കാൻ പോവുകയാണ്. പിന്നെ അവർ ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അതുപോലെ വെളിയിൽ വന്നു പോകരുത്. എന്തിനാ വെളിയിൽ പോയാൽ അവർ ചോദിക്കും നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഹാരം കഴിച്ചില്ലെന്ന് പറയുമല്ലോ. അതുകൊണ്ട് മിണ്ടാതെ അകത്ത് കിടന്നോണം. ഞങ്ങൾക്കുള്ള ഒരു പ്രാവശ്യമല്ല ഇത് സംഭവിച്ചത്, പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ആഹാരം ഉണ്ടാക്കി രാത്രി തരും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, തമ്മിലുള്ള സ്നേഹം എത്ര വലിയതായിരുന്നു. ആരും പറഞ്ഞിട്ടല്ല. അന്നൊക്കെ സാധാരണ ഈ പുര കെട്ടുന്ന പരിപാടിയാണ്. ഇന്നിപ്പോഴെല്ലാം ഓടിടുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും സഭയിലൊരു സഹോദരൻ്റെ പുര ചോരുന്നെന്നറിഞ്ഞാൽ സഹോദരന്മാരെല്ലാം കൂടി പറഞ്ഞിട്ട്, സഹോദര വ്യാഴാഴ്ച നിങ്ങളുടെ പുര കെട്ടാണ്, എല്ലാവരും കൂടെ ഓലയും കൊണ്ടുവരും. അവിടെ വരുന്ന അന്നൊരു സദ്യ പോലെയാണ്. അവരുടെ വീട്ടിലേക്കുള്ള സദ്യയും കൂടെ അവിടെ പോയി എല്ലാവരും ഒരു കല്യാണം പോലെ അവരുടെ പുര കെട്ടിക്കൊടുക്കും. എത്ര സന്തോഷത്തോടാണ്. അന്ന് പാവപ്പെട്ടവനോ വലിയവനോ എന്നുള്ള നോട്ടമല്ല, എല്ലാവരും ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ. ഞാനത് കണ്ടിട്ടുള്ളതാണ്. അവരെ എവിടെയെങ്കിലും ബസാറിലോ അല്ലെ ചന്തയിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തമ്മിൽ കണ്ട് ചുംബനം ചെയ്യാതെ, അത് ചുംബനം ചെയ്യുന്നത് അല്ല, കണ്ണുനീർ, ആ സ്നേഹത്തിൻ്റെ കണ്ണുനീർ. എൻ്റെ മറിയാമ്മ, എൻ്റെ ചാക്കോച്ച് എന്നുള്ള യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിലാണ് കൂട്ടായ്മ വളർന്നുകൊണ്ടിരുന്നത്. പെന്തക്കോസ്ത് വളർന്നത് പണത്തിൻ്റെ ശക്തിയിലല്ല, സ്നേഹത്തിലും പരിശുദ്ധാത്മ ശക്തിയിലുമായിരുന്നു. തമ്മിലുള്ള സ്നേഹം. ഇന്ന് ആ സ്നേഹം കുറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. കൊലോസ്യർ 1:18 വായിച്ചാട്ട്. കൊലോസ്യർ 1:18. ഇന്ന് ആ സ്നേഹം കുറയുന്നതിൻ്റെ കാരണം എന്താണ്? കൊലോസ്യർ 1:18. എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. കർത്താവായ യേശുക്രിസ്തു സഭ എന്ന ശരീരത്തിൻ്റെ തല. റോമർ 12:5. റോമർ 12:5. റോമൻസ് 12:5. അതുപോലെ പലരായ നാം
ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. സഭയിലുള്ള എല്ലാവരും ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളാകണം. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം പറയാതെ തന്നെ സ്നേഹം വ്യാപരിക്കാനിടയാകും. അത് വരാത്തിടത്തോളം കാലം എത്ര പ്രസംഗിച്ചാലും സ്നേഹം പകരപ്പെടുകയില്ല. ഒരു ശരീരവും തമ്മിൽ ആരാണ്? അവയവങ്ങൾ. 1 കൊരിന്തി 12:12-13 വായിച്ചാട്ട്. 1 കൊരിന്തി 12:12-13. 1 Corinthians chapter 12 verse 12 and 13. ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. 13 വായിച്ചാൽ. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ച് ഒരേ ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം എല്ലാവരും ഒരു ശരീരമായി തീരണം. ഒരു ശരീരം. ഞാൻ വടക്കേ ഇന്ത്യയിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. അവിടെ എത്രയോ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഉപദ്രവങ്ങൾ എല്ലാം വരുന്നെന്നാൽ അവർ തങ്ങളുടെ ചർച്ചക്കാരെയും പിതൃനെയും വിട്ടിട്ട് ക്രിസ്തുവാകുന്ന ശരീരത്തുമാകുന്ന വിശ്വാസികളോട് തമ്മിൽ ഇത്ര സ്നേഹം. ഒരാളെ കാണാൻ എത്ര സ്നേഹമാണ്. ആ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നേഹം ധാരാളമായി പകരപ്പെടും. നാം തമ്മിൽ അവയവങ്ങളായിത്തീരുന്നില്ല. എല്ലാവരും പ്രൈസ് ദി ലോർഡ് പറയുന്നുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ് പറയുന്നതിലല്ല, നാം ഒരു ശരീരമായി തീരണം. നമ്മുടെ കുടുംബത്തിൻ്റെ പണി എങ്ങനെയാണ്? നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനാരാണ്? പിതാവാകുന്ന ദൈവം. പിതാവും പുത്രനും കൂടെ ഉള്ളത് എങ്ങനെയാണ് അവരുടെ ബന്ധം? യോഹന്നാൻ 10:30 വായിച്ചാൽ. നമ്മുടെ കുടുംബത്തിൻ്റെ പണി എങ്ങനെയാണ് നിങ്ങൾ അറിയണം. ജോൺ 10:30. യോഹന്നാൻ 10:30 വായിച്ചാൽ. ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും എന്താണ്? ഒന്നാകുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള പിതാവും നമ്മുടെ മൂത്ത സഹോദരനാകുന്ന യേശുക്രിസ്തുവും തമ്മിൽ എങ്ങനെയാണ്? അവരെ ഒന്നാണ്. ഞാൻ പറയും, നമ്മളൊരു കുടുംബത്തിലാണ്. നമ്മുടെ സ്വർഗത്തിലും ഭൂമിയിലും ആയിരിക്കുന്ന ഈ കുടുംബം. നമ്മുടെ കുടുംബം പണിയപ്പെടുന്നത് എന്തിലാണ്? സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ സ്നേഹം വരണമെങ്കിൽ എന്താണ്? നാം ഒന്നാണ്. ഇനി യോഹന്നാൻ 10:38 വായിച്ചാട്ട്. യോഹന്നാൻ 10:38. എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. പിതാവ് എന്നിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടത്. ഞാൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലും. ഇനിയും യോഹന്നാൻ 14:10 വായിച്ചാൽ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലയോ എന്ന് നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇനി യോഹന്നാൻ 14:11. യോഹന്നാൻ 14:11. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധ പിതാവേ എന്നുള്ളതുണ്ടല്ലോ. 14 ക്ഷമിക്കണം, ഞാൻ എഴുതിയതിൽ തെറ്റായിരിക്കാം. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകണം. 17:11 വായിച്ചാൽ. അതെ, 11:11 വായിച്ചാൽ. ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു.
ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പിതാവേ 17:11 പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഈ വാക്യം എടുത്ത് എക്യുമെനിക്കൽ കോൺഫറൻസുകാരൊക്കെ വളരെ നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും എന്തായിത്തീരണം? ഒന്നായിത്തീരണം. അങ്ങനെ പറഞ്ഞാൽ ഒന്നായിത്തീരുകയല്ല, ഒരു ശരീരമായി തീരണം. 14:21 മുതൽ 21 വരെ വായിച്ചാൽ, 17:21 മുതൽ 21 വരെ വായിച്ചാൽ, 17:21 മുതൽ 21, യോഹന്നാൻ 17:21 മുതൽ 21 വരെ വായിച്ചാൽ. അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരണം. നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് എന്തു ചെയ്യണം? ഐക്യത്തിൽ. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ പിതാവാകുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നാം ഒരു ശരീരം ആയിത്തീരണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നല്ലോ. ഒരു ശരീരമായി തീർന്നെങ്കിൽ മാത്രമേ സ്നേഹം പകരപ്പെടുകയുള്ളൂ. കൊലോസ്യർ 1:27, കൊലോസ്യർ 1:27, കൊലോസിയൻസ് 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യായ ക്രിസ്തു നിന്നിൽ ഇരിക്കുന്നു എന്നല്ല, ശ്രദ്ധിക്കണം. അത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ മത്തോച്ചനും ചാക്കോച്ചനും ശോശാമിയും എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ക്രിസ്തു പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ്റെ കയ്യിൽ ക്രിസ്തുവിൻ്റെ വിരലായിരിക്കും, മറിയാമ്മയിൽ ക്രിസ്തുവിൻ്റെ കാലായിരിക്കും. അങ്ങനെ ഒന്നായി വരുമ്പോൾ എന്തായിത്തീരുന്നു? ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നിന്നിലിരിക്കുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആണോ? നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മിൽ എല്ലാവരിലും കൂടെ ആര് വസിക്കുകയാണ്? ക്രിസ്തു വസിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹമാണ് ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചൈനയിൽ അത് കണ്ടു. അവിടെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ അവിടെയായി അതിൻ്റെ ആരംഭം കാണുന്നു. പൂർണ്ണ സ്നേഹമായെന്ന് പറയുവാനല്ല, എന്നാൽ കേരളത്തിനേക്കാൾ കൂടുതൽ സ്നേഹം ഞങ്ങൾ കാണുന്നു വടക്കേ ഇന്ത്യയിൽ. തമ്മിൽ അനേക കഷ്ടങ്ങൾ പ്രയാസം കൂടെ വരുന്നവർ. അപ്പോൾ നാം എല്ലാവരും കൂടെ, ക്രിസ്തു എന്നിലിരുന്നാൽ പോരാ, നാം എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ക്രിസ്തു പൂർണ്ണമായി വരുന്നത്. ഓരോരോ അവയവങ്ങൾ. അത് ആ അനുഭവമായിരുന്നല്ലോ. അപ്പോസ്തലപ്രവൃത്തി 4:32-33 വായിച്ചാട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു 4:32-33. അപ്പോസ്തലപ്രവൃത്തി 4:33, ആക്ട്സ് 4:32-33. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവരും ഒരു മനസ്സും ഒരു ഹൃദയവും. ഇപ്പോൾ നിങ്ങളെ ഹലോ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു നിങ്ങൾ അല്പമായി ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന തലയെക്കുറിച്ച് കാണിക്കുകയാണ്. തല ക്രിസ്തുവാണ്. ഇത് ശരീരം. ഇത് കാണിക്കുന്ന സാത്താൻ.
സാത്താനെ സഭ കാൽക്കീഴിയാക്കിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സഭ സാത്താനെ തൻ്റെ കാൽക്കീഴിയാക്കിയിരിക്കുന്നവരെയും എന്തു ചെയ്യുകയാണ്? കാത്തിരിക്കുക. നാം ദൈവമക്കളാകുന്ന നാം സാത്താനെ എന്തു ചെയ്യണം? അവൻ്റെ പാതവിടമാക്കുവോളം എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ശത്രുവിനെ നമ്മുടെ പാതവിടമാക്കുവോളം അവൻ എന്തു ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ ശരീരം കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ എത്ര അസ്ഥിഭഞ്ജനമുണ്ട്. നമ്മുടെ ഈ വിരലിൽ തന്നെ നോക്കിയാൽ ഒരു വിരലിൽ തന്നെ 3 അസ്ഥിയുണ്ട്. ഈ അസ്ഥികളെല്ലാം കൂടെ കൂടിയാണ് ഒരു ശരീരമാകുന്നത്. അതുപോലെ മത്തായിച്ചനും ചാക്കോച്ചനും മറിയാമ്മയും ശോശാമ്മയും എല്ലാം കൂടെ കൂടി എത്ര ശരീരമാണ്? ഒരു ശരീരം. ആ ഒരു ശരീരമായി കഴിഞ്ഞാൽ സ്നേഹം വരുന്നതിന് യാതൊരു പ്രയാസവുമില്ല, പിന്നെ അസൂയയില്ല. ഇപ്പോൾ ഈ വിരലിൽ എന്തെങ്കിലും കുറച്ച് മലിനമായിട്ടുള്ളത് പറ്റിയെങ്കിൽ ഈ കൈ പറയുകയില്ല, കണ്ടോ അതിന് മലിനം വന്നിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ കുറ്റം പറയുകയില്ല. ആഹാരം കഴിക്കുന്നതിന് മുൻപേ ഈ കൈ പോയി സോപ്പ് അന്വേഷിച്ച് വെള്ളം അന്വേഷിച്ച് ഈ കൈ എന്തു ചെയ്യും? കഴുകി ശുദ്ധീകരിക്കും. കുറ്റം പറയാനല്ല മനസ്സ് വരുന്നത്, എന്തു ചെയ്യാനാണ്? ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു കൊതുക് കടിച്ചാൽ തലയിൽ ആ വിവരം എത്തിയപ്പോഴേ മറ്റേ കൈ വന്ന് എന്തു ചെയ്യും? അതുപോലെ ഏതെങ്കിലും ഭാരമായുള്ളൊരു ഈ കൈ എടുത്ത് തൊട്ടോ, ഈ കൈക്കിത് ഭാരമായി തീരുന്നു എന്ന് മനസ്സിലാകുന്ന ഉടനെ തന്നെ ഈ കൈ പറയാതെ മറ്റേ കൈ അതിനെന്ത് ചെയ്യും? സഹായത്തിനായിട്ട് വരും. ഇതുപോലുള്ള അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും കാണാമല്ലോ, ഇതാണ് നമ്മുടെ സഭ. എന്നാൽ സഭ എങ്ങനെ ആയിത്തീരണം? ഇതുപോലെ ആയിത്തീരണം. ഇതിനാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യം കൊടുത്തിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ വായിച്ചാൽ. എഫേഷ്യൻസ് 4:11-16. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും. കീപ്പോട്ട് വായിച്ചു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ വളരണം. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന്, ശ്രദ്ധിക്കണം, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം അതതിന്റെ അളവിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഇത് തോമാച്ചൻ സഹോദരനാണ്. നിങ്ങൾ ആരെങ്കിലും തോമാച്ചന്മാരുണ്ടെങ്കിൽ എന്നോട് ഭാരപ്പെടരുത്. അല്ലെ, ഞാൻ എൻ്റെ പേര് പറഞ്ഞ ശാമുവേൽ സഹോദരൻ. ഈ ശാമുവേൽ സഹോദരൻ്റെ ഇത് ഭാര്യയാണ്, ഇത് മക്കളാണ്. അവരൊന്നിച്ചങ്ങ് സ്വർഗത്തിൽ പോകാനും ഒരുങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് എവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുക? കർത്താവ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം വർത്താൻ ഞങ്ങളെല്ലാവരും. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? തോമാച്ചൻ സഹോദരനെ ഈ ശരീരത്തിൻ്റെ ഈ കഷണമാക്കി തീർക്കണം. ഇത്രയും വലിയ തോമാച്ചനെ എന്താക്കണം? നിങ്ങൾ കേൾക്കുന്നോ? ഇങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ എന്തായിത്തീരത്തുള്ളൂ?
ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാകത്തുള്ളൂ. എത്ര പേർക്കിത് മനസ്സിലാകുന്നു? ഞാൻ സത്യസുവിശേഷമാണ് പറയുന്നത്. ഇതിന് വേറൊരു കുറുക്ക് വഴിയുമില്ല. ഇതാണ് സത്യസുവിശേഷം. അപ്പോൾ ഈ തോമാച്ചനിൽ നിന്ന് ഇത്ര വലിയ മാറ്റം ആക്കണമെങ്കിൽ തോമാച്ചനിൽ നിന്ന് എന്തെടുക്കണം? തോമാച്ചനെ എങ്ങനെ ആക്കണം? അനുഗ്രഹിച്ച് തോമാച്ചനെ ഇത്ര വലിയതാക്കണം. അനുഗ്രഹിച്ച് ഇത്ര ചെറിയ തോമാച്ചനെ, ഇത് ചെറിയ തോമാച്ചനാണ്. ഈ ചെറിയ തോമാച്ചനെ പ്രവാചകന്മാരെല്ലാം കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എത്ര ആക്കണം? ഇത്ര വലിയതാക്കണം. മനസ്സിലാകുന്നു? പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള ബന്ധം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ തോമാച്ചനെ ദൈവം പണിയുവാൻ തുടങ്ങും. ദൈവം തൻ്റെ വചനമാകുന്ന വാളുകൊണ്ട് എന്തു ചെയ്യാൻ തുടങ്ങും? പറഞ്ഞാൽ തോമാച്ചനെ ആ ചെറിയ ഭാഗമാക്കിൽ ആദ്യമേ കുടുംബ ബന്ധത്തിൽ വാൾ വരും. അപ്പോൾ ഇന്നത്തെ പ്രാസംഗികൻ പറയും, ശാപമാണ്, എൻ്റെ അടുക്കൽ വാ, ഞങ്ങളുടെ ശാപം ഞാൻ എന്തു ചെയ്യാം? മാറ്റിത്തരാം. എല്ലാവരും കൂടെ അവിടെ പോയി ശാപം മാറ്റാൻ തുടങ്ങി. കർത്താവ് പറയുന്നു, ലൂക്കോസ് 9:23, ലൂക്കോസ് 9:23 വായിച്ചാട്ട്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും ക്രൂശ് എടുത്ത് ചെയ്യണം. ഇനി ലൂക്കോസ് സുവിശേഷം 14:26 മുതൽ 33 വരെ ഒന്ന് വായിച്ചാൽ. ലൂക്കോസ് 14:26 മുതൽ 33 വരെ. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആ ചെറിയ വിരളിൻ്റെ ഒരു അനുഭവമാണെങ്കിൽ എന്തു ചെയ്യണം? ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിലും വാൾ വരണം. മക്കളെന്നുള്ളതിലും എന്ത് വരണം? വാൾ വരണം. അറുത്തു മുറിച്ച് വേർപെടുത്തണം. കീപ്പോട്ട് വായിച്ചാൽ. തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മനസ്സിലായോ? ഈ കൊമ്പുകളൊക്കെ എന്ത് ചെയ്യണം? ഈ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് എന്നെ ഇതുപോലെ കൊണ്ട് ഈ ശരീരത്തിൽ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. എൻ്റെ ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും കൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതിയല്ലല്ലോ. എന്നാൽ ദൈവം തൻ്റെ പണി ചെയ്യുന്ന, അതുകൊണ്ട് ഒന്ന് കോരിന്ത്യർ 7:29-31 വരെ ഒന്ന് വായിച്ചാട്ട്. 1 കോരിന്ത്യർ 7:29 മുതൽ 31 വരെ. 1 Corinthians 7:29-31.
എന്നാൽ സഹോദരന്മാരെ ഇതൊന്നും ഞാൻ പറയുന്നു, ഇത് ഞാൻ പറയട്ടെ, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരണമെങ്കിൽ വില കൊടുക്കാതെ ഒക്കുകയില്ല. ഹല്ലേലൂയ പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. അനുഗ്രഹിക്കുന്നവരുടെ അടുക്കൽ പോയി അനുഗ്രഹം വാങ്ങിച്ചാൽ നടക്കുകയില്ല. ശാപം മുറിക്കുന്നവരുടെ അടുക്കൽ പോയി ശാപം മുറിച്ചാൽ നടക്കുകയില്ല. തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ നിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ വെട്ടിമുറുക്കി പണിയണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളാദ്യം അംഗമായി തീരും. ദൈവഹിതമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം അവരെയും കർത്താവ് വെട്ടിമുറിച്ച് ഓരോ ശരീരത്തിൻ്റെ അംഗമാക്കി തീർക്കും. ഞാൻ ഈ ഉപദേശം എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും വളരെ കർശനമായി പറഞ്ഞു പഠിപ്പിച്ചു. ആദ്യം അവർക്കത് വിഷമം തോന്നി. എന്നാൽ ക്രമേണ വന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നു, അവരും ശരീരത്തിൻ്റെ അവയവമായി തീർന്നു. ഇനി ഞങ്ങളെ ആർക്കും പിരിക്കുവാൻ കഴിയുകയില്ല. ഞങ്ങൾ നിത്യതയിലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായി പറയുവാൻ കഴിയും. എന്നാൽ അതിന് മുൻപേ ലൂക്കോസ് 9:23, ലൂക്കോസ് 14:25 മുതൽ 33, 1 കൊരിന്ത്യർ 7:29 മുതൽ 31 ഞാൻ വളരെ കഠിനമായി എൻ്റെ കുടുംബത്തിൽ ആദ്യം കൊണ്ടുവന്നു. നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് മുൻപേ ആദ്യം എവിടെ, എൻ്റെ ഭാര്യയെ കേൾക്കുകയാണ് ഞാൻ പറയുന്നത്. ആദ്യം ഈ നിയമം എവിടെ കൊണ്ടുവന്നു? എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്നു. എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ആ പണി ചെയ്യിക്കുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ആ വചനപ്രകാരം അറുത്ത് മുറിച്ച് വേർപെടുത്തി അവരെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാക്കി തീർത്തു എന്നുള്ളത് ലോകം മുഴുവൻ എനിക്ക് സാക്ഷിയായി പറയുവാൻ കഴിയും. അങ്ങനെ അറുത്ത് മുറിക്കാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ കഴിയുകയില്ല. നിങ്ങൾ എത്ര ഉപവാസം പ്രസംഗിച്ചാലും, എത്ര അനുഗ്രഹം നടക്കുന്നവരുടെ അടുക്കൽ പോയി അനുഗ്രഹം പ്രാപിച്ചാലും, എത്ര ശാപം മുറിക്കുന്നവരുടെ അടുക്കൽ ശാപം മുറിക്ക് നടന്നാലും, തമ്മിൽ സ്നേഹം വരണമെങ്കിൽ, ഹല്ലേലൂയ, തമ്മിൽ ദൈവമക്കൾ തമ്മിൽ സ്നേഹം വരണമെങ്കിൽ ഇങ്ങനെ വലുതായിരുന്നാൽ പോരാ. ഓരോരുത്തർ ഓരോ കഷണമായി തീർന്ന് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് എന്തു ചെയ്യണം? യോജിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അളവില്ലാത്ത സ്നേഹം തമ്മിൽ